റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് നൽകിയിരുന്ന ഇളവുകൾ ഇനി തുടർന്നേക്കില്ലെന്ന് ട്രംപ് ഭരണകൂടം സൂചന നൽകിയതോടെ ഇന്ത്യയുടെ ഇറക്കുമതി മേഖല പുതിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയേക്കാം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ഇളവുകൾ അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോഴും പരിഗണനയിലാണെന്ന് ബഹ്റൈൻ സന്ദർശനത്തിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വിപണിയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇളവുകൾ നീട്ടണോ അതോ അവസാനിപ്പിക്കണോ എന്ന് ട്രംപ് തീരുമാനിക്കുകയെന്ന് റൂബിയോ വ്യക്തമാക്കി. ക്രൂഡ് ഓയിൽ വില സമീപകാലത്തെ ഉയർന്ന നിലയിൽ നിന്ന് കുറഞ്ഞു വരുന്നതിനാൽ ആഗോള ഊർജ്ജ വിപണിയെ കാര്യമായി ബാധിക്കാതെ തന്നെ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഭരണകൂടത്തിന് സാധിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലമുണ്ടായ ആഗോള ഇന്ധന തടസ്സങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിലിനെ ഇന്ത്യ വൻതോതിൽ ആശ്രയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കെപ്ലർ പുറത്തിറക്കിയ പ്രാഥമിക കണക്കുകൾ പ്രകാരം ജൂണിലെ എണ്ണ ഇറക്കുമതി റെക്കോർഡ് ഉയരത്തിലാണ്. പ്രതിദിനം ശരാശരി 2.6 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഈ മാസത്തെ ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 53.5%. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുന്നത് ഒഴിവാക്കാൻ ഉപരോധങ്ങൾ ക്രമീകരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം മുൻപ് സൂചിപ്പിച്ചിരുന്നു. എങ്കിലും എണ്ണവിലയിലെ സമീപകാല ഇടിവ് വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറച്ചേക്കാം. ഇത് കൂടുതൽ കർശനമായ നടപടികൾക്ക് വഴിയൊരുക്കിയേക്കും. നിലവിൽ വിഷയം വാഷിംഗ്ടൺ പരിഗണിക്കുന്നുണ്ടെന്നാണ് റൂബിയോയുടെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നതിന് ശേഷം ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയിലെ റിഫൈനറികൾ. ജൂണിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ വലിയ വർധനയുണ്ടായതായി PTI റിപ്പോർട്ട് ചെയ്തു. മാരിടൈം ആൻഡ് കമ്മോഡിറ്റി ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലർ നൽകിയ വിവരങ്ങൾ പ്രകാരം ജൂൺ 19 വരെയുള്ള കണക്കനുസരിച്ച് പ്രതിദിനം ശരാശരി 2.66 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. മെയ്യിൽ ഇത് പ്രതിദിനം 1.91 ദശലക്ഷം ബാരലായിരുന്നു. ഇതോടെ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ മാറി. ജൂൺ 19 വരെയുള്ള കണക്കുകൾ പ്രകാരം UAEയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം 6,36,000 ബാരലായിരുന്നു. മെയ് മാസത്തിലെ റെക്കോർഡ് ഇറക്കുമതിയായ 6,44,000 ബാരലിനേക്കാൾ താഴെയാണിത്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകുന്ന രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യയും നാലാമത്തെ രാജ്യം വെനിസ്വേലയുമാണ്. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി മെയ് മാസത്തിലെ 2,52,000 ബാരലിൽ നിന്ന് പ്രതിദിനം 90,000 ബാരലായി കുത്തനെ ഇടിഞ്ഞു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരായ ഇന്ത്യ ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയ്ക്കായി ഗൾഫ് മേഖലയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെയാണ് ഈ റൂട്ടിലൂടെയുള്ള വിതരണം തടസ്സപ്പെട്ടത്. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഈ പാത സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി മാർഗമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയുടെ അവസാനത്തോടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം പുനരാരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഈ ഉടമ്പടി ഇപ്പോഴും ദുർബലമാണ്. ഇസ്രായേൽ കരാർ ലംഘിച്ചതായി ഇറാൻ അധികൃതർ ആരോപിക്കുന്നത് ഈ റൂട്ട് തുറക്കുന്നതിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.